ടോട്ടോച്ചാൻ തുടരുന്നു. അത് കഴിഞ്ഞ് ആ ടോമോ ഉച്ചഭക്ഷണ വേളയിലെ പരിപാടികൾ എല്ലായ്പ്പോഴും രസം പകരുന്നവയായിരുന്നു. ഇപ്പോഴിതാ ഒരു പുതിയ നേരമ്പോക്ക് കൂടി. ആദ്യം പതിവ് പോലെയുള്ള പരിശോധനയാണ്. ഊണുപാത്രത്തിലെ വിഭവങ്ങളിൽ കടലിൽ നിന്നൊരു പങ്കും മലകളിൽ നിന്നൊരു പങ്കും ഉണ്ടോ എന്ന് മാസ്റ്റർ ഉറപ്പുവരുത്തുന്നു. 2 വിഭാഗത്തിലും പെട്ട കറികളുടെ ചട്ടിയുമായി അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടാവും പിന്നാലെ. ഏതെങ്കിലും ഒന്നിൻ്റെ കുറവുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നു. ശേഷം പയ്യെ ചവയ്ക്കും പാട്ട് കഴിഞ്ഞ് പ്രസിദ്ധമായ ഉപചാരവാക്ക് ഈട്ടതാക്കമാസു. ഇത്രയും സ്ഥിരം ചടങ്ങുകളാണ്. ഉപചാര പ്രകടനത്തിന് ശേഷം ആരെങ്കിലും ഒരാൾ ഒരു ലഘുപ്രസംഗം നടത്തുക എന്നുള്ളതായിരുന്നു പുതുതായി കൂട്ടിച്ചേർക്കപ്പെട്ട പരിപാടി. ഒരു ദിവസം മാസ്റ്റർ പറഞ്ഞു, കൂടുതൽ നന്നായി എങ്ങനെ സംസാരിക്കാമെന്ന് നാം എല്ലാം പഠിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, ഓരോ ദിവസവും ഇറ്റദാക്കമാസി പറഞ്ഞ ശേഷം ഒരാൾ മധ്യത്തിലായി വന്നു നിന്ന് എന്തിനെങ്കിലും കുറിച്ച് സംസാരിക്കുക. ഓരോ ദിവസവും ഓരോരുത്തരായി. എങ്ങനെയുണ്ട്? മിക്ക കുട്ടികൾക്കും ആ പദ്ധതി ഇഷ്ടപ്പെട്ടു. ചിലർക്ക് സംസാരിക്കാനുള്ള തങ്ങളുടെ സാമർഥ്യത്തെക്കുറിച്ച് തുലോം സംശയമായിരുന്നു. പക്ഷേ മറ്റുള്ളവരുടെ വാചകമടി കേൾക്കാമല്ലോ. അതേതായാലും നല്ല രസമുള്ള ഏർപ്പാടായിരിക്കും, അവർ മനസ്സിൽ കരുതി. മറ്റു ചിലർക്ക് തങ്ങൾക്കറിവുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞ് പൊടിക്കാനുള്ള ആവേശവുമായിരുന്നു. താൻ എന്തിനെക്കുറിച്ച് പറയും? കൊച്ചു ടോട്ടോയ്ക്ക് അക്കാര്യത്തിൽ ഒരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ അവളും തയ്യാർ തന്നെ. അനുകൂല അഭിപ്രായത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിറ്റേന്ന് മുതൽ പ്രസംഗ പരിപാടി ആരംഭിക്കാൻ തീരുമാനമായി. ജാപ്പനീസ് ഭവനങ്ങളിൽ കുട്ടികളെ ഭക്ഷണ സമയത്ത് സംസാരിക്കാതിരിക്കാൻ പരിശീലിപ്പിക്കുകയാണ് പതിവ്. പക്ഷേ തൻ്റെ വിദേശ അനുഭവങ്ങളിൽ നിന്ന് മാസ്റ്റർ പഠിച്ചത് മറ്റൊന്നാണ്. യഥേഷ്ടം സമയമെടുത്ത് ആഹാരം കഴിക്കാനും ഭക്ഷണവേള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഉണർവുറ്റതാക്കാനും അദ്ദേഹം കുട്ടികളോട് നിരന്തരം ആവശ്യപ്പെട്ടു. മനുഷ്യരുടെ മുന്നിൽ നിവർന്നു നിന്ന് വ്യക്തതയോടെ അനായാസം തങ്ങളുടെ ദൃഢമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവ് കുട്ടികളിൽ വികസിക്കേണ്ടതുണ്ടെന്ന് മാസ്റ്റർ വിശ്വസിച്ചിരുന്നു. അത്തരമൊരു മാനസിക വികാസത്തിന് പറ്റിയ മുഹൂർത്തം കൂടിയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഊണമേശയ്ക്കരികിലെ ഉണർവുറ്റ നിമിഷങ്ങൾ. നല്ലപോലെ പ്രസംഗിച്ചതിനെക്കുറിച്ച് ആരും വിഷമിക്കേണ്ടാട്ടോ. പുതിയ പദ്ധതിക്ക് കുട്ടികൾ സമ്മതം മൂളിക്കഴിഞ്ഞപ്പോൾ മാസ്റ്റർ പറഞ്ഞു, എന്നല്ല, നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് കാര്യവും പറഞ്ഞോളൂ. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമോ ചെയ്തതോ എന്ത് വേണമെങ്കിലും, നല്ലതോ തീയതോ ഏതായാലും സമ്മതം. ടോട്ടോച്ചാൻ അത് മനസ്സിരുത്തി കേട്ടു. ഓരോ ദിവസവും സംസാരിക്കേണ്ടവരുടെ ക്രമം തയ്യാറാക്കി അവർ പാട്ട് കഴിഞ്ഞാലുടനെ വേഗത്തിൽ ഊണ് കഴിച്ച് തയ്യാറായി നിൽക്കണമെന്നും നിശ്ചയിച്ചു. തുടക്കത്തിലെ കുട്ടികൾക്ക് ഒരു കാര്യം വ്യക്തമായി. ടോമോയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിമുഖീകരിച്ച് സംസാരിക്കുക എന്നത് ഊണ് കഴിഞ്ഞ് 2-3 ചങ്ങാതിമാരോടൊപ്പം ഇരുന്ന് വെടി പറയുന്നത് പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല. നല്ല ചങ്കുറപ്പുണ്ടെങ്കിൽ മാത്രം സാധിക്കുന്ന കാര്യമാണത്. ലജ്ജാശീലരായ ചിലർക്കൊക്കെ തുടക്കത്തിൽ സങ്കോചവും പരിഭ്രമവും നിറഞ്ഞ ഒരു ചിരി പ്രദർശിപ്പിച്ച് മടങ്ങാനേ കഴിഞ്ഞുള്ളൂ. കാര്യമായി അധ്വാനിച്ച് ഒരു പ്രസംഗം മനഃപ്പാടമാക്കി വന്ന ഒരാൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പഠിച്ചത് മുഴുവൻ ഷൂ. തവളകൾ ഓരം പറ്റി ചാടുന്നത് എന്തുകൊണ്ട് എന്ന കർണസുഖമുള്ള തലക്കെട്ട് തന്നെ അവൻ പലതവണ ആവർത്തിച്ചു. പിന്നെ തപ്പി ആരംഭിച്ചു. മഴക്കാലങ്ങളിൽ തവള താ താ. അതിനപ്പുറം പറയാൻ എത്ര ആലോചിച്ചിട്ടും അവന് കഴിഞ്ഞില്ല. താ താ തവള ഊവ് ഇത്രയേ ഉള്ളൂ. പിന്നെ സദസ്സിനെ വന്നിച്ച് തൻ്റെ സീറ്റിലേക്ക് മടങ്ങി. ടോട്ടോച്ചാൻ്റെ അവസരം ഇനിയും വന്നെത്തിയിട്ടില്ല. പക്ഷേ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ പറയാൻ അവൾ നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. വിശ്രമവേളകളിൽ അവൾ ആവേശത്തോടെ പറയാറുള്ള ഈ കഥ കൂട്ടുകാർക്കെല്ലാം കാണാപ്പാടമാണ്. ഒരുപാട് പണ്ട് ഒരിടത്തൊരിടത്തൊരു പലതവണ പറഞ്ഞു കഴിഞ്ഞ കഥ അവൾ വീണ്ടും വീണ്ടും പറയാൻ തുടങ്ങും. ഇത് കേട്ട് ഞങ്ങൾ മടുത്തൂലോ ടോട്ടോച്ചാൻ, കൂട്ടുകാർ പറയും. പക്ഷേ ഏതായാലും അവൾ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. രാജകുമാരൻ്റെയും രാജകുമാരിയുടെയും കഥ തന്നെയാണ് താൻ പറയാൻ പോകുന്നത്. പ്രസംഗ പരിപാടി പുരോഗമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം സംസാരിക്കേണ്ടിയിരുന്നത് ഒരാൺകുട്ടിയാണ്. എനിക്കൊന്നും പറയാനില്ല, അവൻ അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചു. ടോട്ടോച്ചാൻ അതിശയിച്ചുപോയി.
അതെങ്ങനെയാണ് ഒരാൾക്ക് ഒന്നും പറയാനില്ലാതാവുക? അസാധ്യം, അവൾ വിചാരിച്ചു. പക്ഷേ അവന് ഒന്നിനെക്കുറിച്ചും സംസാരിക്കാനില്ല എന്നത് വാസ്തവമായിരുന്നു. ഒഴിഞ്ഞ ചോറ്റുപാത്രത്തിനരികിൽ കുനിഞ്ഞിരിക്കുന്ന അവൻ്റെ അടുക്കിലേക്ക് മാസ്റ്റർ നടന്നു. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല? അദ്ദേഹം ചോദിച്ചു. ഇല്ല. അവൻ തൻ്റെ അതിസാമർത്ഥ്യം കാണിക്കുകയായിരുന്നില്ല. എത്ര മനസ്സിരുത്തി ആലോചിച്ചിട്ടും സംസാരിക്കാൻ ഒരു വിഷയം അവന് കണ്ടെത്താനായില്ല. തികച്ചും ആത്മാർത്ഥമായിരുന്നു അവൻ്റെ പ്രശ്നം. അവൻ്റെ തല പിടിച്ചുയർത്തിക്കൊണ്ട് മാസ്റ്റർ ചിരിക്കാൻ ഒരുങ്ങി. തൻ്റെ പല്ലുകൾക്കിടയിലെ വിശാലമായ വിള്ളലുകളുണ്ടെന്ന കാര്യം അദ്ദേഹം ഓർത്തില്ല. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയാട്ടെ, എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. ഇല്ല. മാസ്റ്റർക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനാവോ? ഒരു നടുക്കത്തിലെന്നോണം അവൻ ചോദിച്ചു. ഊണുമേശയ്ക്കരികിൽ പതുങ്ങിയിരുന്ന അവനെ മാസ്റ്റർ ഹാളിൻ്റെ മധ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇനി ഒന്നുകൂടെ ഓർത്തു നോക്കിയാട്ടെ, മൃദുവായ സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു. അതായത് ഇന്ന് രാവിലത്തെ കാര്യങ്ങൾ എടുക്കുക. ഉറക്കമുണർന്നു കഴിഞ്ഞ് എന്താ ചെയ്തേ? സ്കൂളിലേക്ക് പുറപ്പെടും വരെയുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാ? ആദ്യം എന്താ ചെയ്തേ? പറഞ്ഞോളൂ. അത് അവൻ തലചൊറിയാൻ തുടങ്ങി. പറഞ്ഞോളൂ, മാസ്റ്റർ പ്രോത്സാഹിപ്പിച്ചു. അത് നീ പറഞ്ഞല്ലോ, അപ്പോൾ എന്തോ കാര്യമുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതിനുശേഷം അത് രാവിലെ ഉണർന്നു. തല കൂടുതൽ ശക്തിയായി ചൊറിഞ്ഞുകൊണ്ട് അവൻ അത്രയും പറഞ്ഞൊപ്പിച്ചു. ടോട്ടോച്ചാനും കൂട്ടുകാരും വിസ്മയത്തോടെയാണെങ്കിലും കാതു കുറിപ്പിച്ചിരുന്നു. തലചൊറിച്ചിൽ നിർത്താതെ കൊച്ചു പ്രാസംഗിക്കാൻ തുടർന്നു. അത് കഴിഞ്ഞ് കൈകൾ ഡസ്റ്റിൽ പിണച്ചു വെച്ച് പുഞ്ചിരി കളിയാടുന്ന മുഖവുമായി ക്ഷമാപൂർവം അവനെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മാസ്റ്റർ. അസലായിട്ട് പറഞ്ഞല്ലോ. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. ആവേശം സ്ഫുരിക്കുന്ന സ്വരത്തിൽ മാസ്റ്റർ തുടർന്നു. രാവിലെ ഉണർന്നു എന്ന് നീ പറഞ്ഞു. ഞങ്ങൾക്കെല്ലാതും മനസ്സിലാവുകയും ചെയ്തു. ധാരാളമായി. നല്ല പ്രാസംഗികനാവാൻ കേൾക്കുന്നവരെ അതിശയിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ വേണമെന്നില്ല. ആദ്യം നിനക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇപ്പം പറയാമെന്നായി. മതിയല്ലോ, അതാണ് പ്രധാനം. പക്ഷെ അവൻ മതിയാക്കിയില്ല. ഇരിക്കാൻ കൂട്ടാക്കാതെ ശബ്ദമുയർത്തി അവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുട്ടികളെല്ലാം തല മുന്നോട്ട് ചായച്ച് ചെവിയോട്ടം പിടിച്ചു. അവൻ ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു, പോയി പല്ല് തേച്ചിട്ട് വാ. ഞാൻ ഉടനെ പോയി പല്ല് തേച്ചു, മുഖം കഴുകി. മാസ്റ്റർ കൈയടിച്ച് അഭിനന്ദിച്ചു. മറ്റുള്ളവരും അതിൽ പങ്കുചേർന്നു. മുമ്പത്തേതിലും ഉച്ചത്തിൽ അവൻ തുടർന്നു. അത് കഴിഞ്ഞ് കൈയടി പൊടുന്നനെ നിലച്ചു. ഒന്നുകൂടി മുന്നോട്ടഞ്ഞിരുന്ന കുട്ടികൾ ശ്വാസമടക്കി ശ്രദ്ധിച്ചു. അതും കഴിഞ്ഞ് വിജയാഹ്ലാദം സ്ഫുരിക്കുന്ന ശബ്ദത്തിൽ അവൻ പറഞ്ഞവസാനിപ്പിച്ചു. സ്കൂളിലേക്ക് പോന്നു. ആവേശാധിക്യത്താൽ ആവശ്യത്തിലേറെ മുന്നോട്ടാഞ്ഞ് നിലതെറ്റിയ ഒരു ആൺകുട്ടിയുടെ തല മുന്നിലിരുന്ന ചോറ്റുപാത്രത്തിൽ ചെന്നിരിക്കുക കൂടി ചെയ്തു. എന്തായാലും എല്ലാവർക്കും പരമസന്തോഷമായി. തങ്ങളോട് ചങ്ങാതി സംസാരിക്കാൻ എന്തെങ്കിലും കണ്ടെത്തിയല്ലോ. കൊബയാഷി മാസ്റ്ററും ടോട്ടോച്ചാനും ടോമോ മുഴുവനും വർദ്ധിത വീര്യത്തോടെ കരഘോഷം മുഴക്കി. ഹാളിൻ്റെ മധ്യഭാഗത്ത് തന്നെ അപ്പോഴും നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പോലും അറിയാതെ കൈയടിച്ചു പോയി. അസംബ്ലി ഹാൾ അപ്പാടെ ഒരു നീണ്ട കരഘോഷത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു. വളർന്നു വലുതായ ശേഷവും അന്നത്തെ കരഘോഷത്തിൻ്റെ ആഹ്ലാദാരവും ആ ബാലൻ്റെ സ്മരണകളിൽ തിരയടിച്ചു വരുന്നുണ്ടാവണം.